നേരം വെളുത്താൽ കുടുംബത്തിനെ ആലോചിച്ചുകൊണ്ട് പല ദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അന്നം മുട്ടണം, ഇതായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ ചില ആളുകളുണ്ട്, നേരം വെളുത്താലും പ്രശ്നമല്ല, നേരം ഇരുട്ടിയാലും വിഷയമല്ല, പുതപ്പെട്ട് മൂടി അങ്ങനെ ഉറങ്ങണം, എഴുന്നേറ്റാൽ കുറേ ഫോണിൽ തോണ്ടണം, ഒരു ജോലിയുമില്ല, കൂലിയുമില്ല. ഇനി ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ആ ഒരു ദിവസം കിട്ടിയ ക്യാഷ് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ തള്ളി നീക്കി മറിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ, വിയർപ്പിൻ്റെ അസുഖമുള്ള മഹാന്മാർ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അവരെ ഉത്ബോധനം ചെയ്യാറുണ്ട്. ഏതായാലും ഇതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഉമറുൽ ഹമ്മാൽ എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാറുള്ളത് അൽ-ആഫിയ അൽ-ആഫിയ എന്നാണ്. പടച്ചോനെ ആരോഗ്യം തരണട്ടോ, എന്നെ ക്ഷീണിപ്പിക്കല്ല, കുഴക്കല്ല പടച്ചോനെ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ ഏത് സമയത്തും ഇങ്ങനെ ആഫിയത്തിനെ ചോദിക്കുന്നത്, ആഫിയത്തിനെ തേടുന്നത് എന്തിനാ, വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ദുആ ചെയ്യാണ്ട്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഞാനൊരു പോർട്ടറായിരുന്നു, ഒരു സ്ഥലത്തുനിന്ന് ചാക്ക് കയറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക, ഇതാണ് എൻ്റെ ജോലി. അങ്ങനെ ഒരു ദിവസം ഞാൻ ചാക്കും ചുമടും ധാന്യത്തിൻ്റെ ചുമട് കയറ്റിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നി. അപ്പോൾ ഒരു മതിലിൻ്റെ മേലെ ഈ ചാക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുആ ചെയ്ത്, പഠിച്ചോനെ ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കൂല, വല്ലാത്ത ക്ഷീണമാണ്, പ്രയാസമാണ്, അതുകൊണ്ട് ദിവസം ഒരു 2 റൊട്ടി തിന്നാനുള്ളൊരു വക എനിക്ക് കിട്ടിയാൽ മതി, ഒരുപാടൊന്നും അത്യാഗ്രഹമൊന്നുമില്ല, ദിവസം 2 റൊട്ടി തിന്ന് ഇങ്ങനെ തള്ളി നീക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇയാൾ ദുആ ചെയ്തു. വീണ്ടും ആ ചാക്കെടുത്ത് തലയിൽ വെച്ചു, സാധനം കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് 2 പേര് പൊരിഞ്ഞ ഷണ്ട കൂടുന്നുണ്ട്, ഭയങ്കര അടിപിടി. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഇദ്ദേഹം ഓടി ചെന്നിട്ട് പിടിച്ചു വെക്കുമ്പോഴാണ് ഒരുത്തൻ ഒരു കൊമ്പെടുത്തിട്ട് മറ്റവൻ്റെ തല നോക്കി അടിച്ചത്. തലക്ക് നോക്കി കൊടുത്തതാ, പക്ഷെ കൊണ്ടത് ഈ ഉമറുൽ ഹമ്മാൽ എന്ന് പറയുന്ന ഈ ചുമട്ടുകാരൻ്റെ തലയിലാണ്. ഇദ്ദേഹത്തിന് അടി കൊണ്ടതും രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആ സമയത്താണ് അവിടെ ആ നാട്ടിൻ്റെ പട്ടാളക്കാർ വരുന്നതും. പട്ടാളക്കാർ വന്നു, ഇവരെ 3 പേരെയും പിടിച്ചു. പട്ടാളക്കാർ കരുതുന്നത് 3 പേരും പ്രശ്നക്കാരാണ്. 3 എണ്ണത്തിനെയും പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടു. അന്ന് രാത്രിയാണ് ഈ ഉമറുൽ ഹമ്മാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്വപ്നം കാണുന്നത്. അദ്ദേഹം കാണുന്ന സ്വപ്നം, ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, യാ ഉമർ, നീ എന്താ പടച്ചവനോട് ചോദിച്ചേ? ഒരു 2 റൊട്ടി തിന്നാനുള്ള വകയല്ലേ അള്ളാഹിനോട് ചോദിച്ചേ? ഏതായാലും ആ വക നിനക്ക് പൊത്തിട്ടുണ്ട്, ഇനി ദിവസം ഇവിടെ കിടന്നിട്ട് 2 റൊട്ടി ഇങ്ങനെ തിന്നുകൊണ്ടിട്ടോ. നീ ചോദിക്കേണ്ടിയിരുന്നത് ആഫിയത്തിനെയാണ്, ആരോഗ്യത്തിനെയായിരുന്നു. എന്നാൽ ഒരു പ്രശ്നമില്ല, ജീവിതം മൊത്തം നിനക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടിയിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത്, പടച്ചോനെ അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ തേടേണ്ടത്. ഏതായാലും നമ്മൾ തേടേണ്ടതും ആഫിയത്തിനെയാണ്.